ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തുടരും OTT റിലീസ് ചെയ്തിട്ട് ഇന്ന് രണ്ടാം ദിവസമാണല്ലോ. ഇന്നൊരു ശനിയാഴ്ച കൂടിയാണ് തിയേറ്ററുകളിൽ. തുടരും സിനിമയുടെ 6ാമത്തെ ശനിയാഴ്ച കൂടിയായി ഇന്നത്തെ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ OTT റിലീസിന് ശേഷവും ഞെട്ടിക്കുന്ന ബുക്കിംഗ് ആണ് ലാലേട്ടന്റെ തുടരും എന്ന സിനിമയ്ക്ക് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. OTT റിലീസോടെ PVRന്റേത് ഒഴികെയുള്ള പല തിയേറ്ററുകളിൽ നിന്നും സിനിമ പിൻവലിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. PVR തിയേറ്ററുകളിലെ സിനിമ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് എല്ലാം തന്നെ നേടിയെടുക്കുന്നുവെന്നാണ് ഇന്നത്തെ മെയ് 31 ശനിയാഴ്ച ബുക്കിംഗ് നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഒരുപക്ഷെ OTT റിലീസ് ഒരാഴ്ച കൂടി നീട്ടിയിരുന്നെങ്കിൽ ഇന്നും നാളെയും ഇനി മികച്ച കളക്ഷൻ നേടിയെടുക്കേണ്ട ദിനങ്ങൾ തന്നെയായിരുന്നു. ഇതിനിടയിൽ തുടരും OTTയിൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ സിനിമയുടെ കൃത്യമായ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം. പടക്കളം എന്ന സിനിമ തിയേറ്ററുകളിൽ വിജയിച്ച ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് എന്ന് ഇന്നലത്തെ വീഡിയോയിലൂടെ പ്രേക്ഷകർ അറിയിച്ചതാണല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ ബഡ്ജറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരൽപ്പം കൂടുതലാണ് സിനിമയ്ക്ക് ബഡ്ജറ്റ് എന്ന് അറിയിച്ചു കൊള്ളട്ടെ. 5 കോടിയൊക്കെ ബഡ്ജറ്റ് പ്രതീക്ഷ സ്ഥാനത്ത് സിനിമയ്ക്ക് 7,50 ലക്ഷം രൂപയാണ് ആകെ ബഡ്ജറ്റ് എന്നാണ് റിപ്പോർട്ട്. സിനിമയുടെ ആകെ കേരള ഗ്രോസ് 11 കോടിയിലേക്ക് അടുക്കുന്നു. വേൾഡ് വൈഡ് ഗ്രോസ് 15 കോടി പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്ന സിനിമയുടെ ഫൈനൽ വരെയുള്ള കളക്ഷനായിട്ട് കാത്തിരിക്കൂ. മാർക്കോ എന്ന സിനിമ കഴിഞ്ഞ വർഷം ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി ക്രിസ്മസ് വിന്നറായിട്ട് മാറിയ സിനിമയാണല്ലോ. ഡിസംബറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ ഇത്രയധികം മാസങ്ങൾക്ക് ശേഷം അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുന്നു. അത് പ്രകാരം സിനിമയ്ക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ 3 കോടി കളക്ഷൻ കുറവാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. 105-106 കോടി റേഞ്ചിലെല്ലാം തന്നെയായിരുന്നു സിനിമയ്ക്ക് ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിച്ചത്. പക്ഷേ 103 കോടി രൂപയാണ് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ബെസ്റ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ്. എന്തായാലും സിനിമ ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ്. ഇന്ത്യയിൽ മാത്രം 70 കോടി ഗ്രോസ് ആണ് സിനിമ നേടിയെടുത്തത്. അപ്പോൾ കേരളത്തിൽ 42 കോടി കളക്ഷൻ നേടിയെടുത്ത മാർക്കോയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് 103 കോടി രൂപയാണ്.